Hello, today we are discussing basic fitting. Basic fitting ആണ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ. ആൻഡ് ദ ലീനിയർ മെഷർമെൻറ്റ്സ് the basic unit of length is in SI is meter. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്താണ് SI യൂണിറ്റിൽ ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൺവേർഷനാണ്. 1 meter is equal to 1000 mm. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 mm. 1 mm is equal to 1000 micrometer, or 1 micrometer is equal to 0.001 mm. 1 decimeter is equal to 10 centimeter. 1 meter is equal to 10 decimeter, and 1 decameter is equal to 10 meter. നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, in engineering practices we preferred unit of length is mm. mm ആണ് നമ്മൾ എൻജിനീയറിംഗ് പ്രാക്ടീസസിൽ പ്രിഫേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നു. ഓക്കെ, ദർ ഇസ് അനദർ സിസ്റ്റം കാൾഡ് ബ്രിട്ടീഷ് സിസ്റ്റം. അതിനകത്ത് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ്. ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ് എന്ന് പറയുന്നതാണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ എന്താണ് ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് ഈസ് യാർഡ് ഓർ ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എൻജിനീയേഴ്സ് സ്റ്റീൽ റൂൾ. എൻജിനീയേഴ്സ് സ്റ്റീൽ റൂളിനെ പറ്റി നോക്കാം. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ ആണ് മെറ്റീരിയൽ, ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എൻജിനീയേഴ്സ് സ്റ്റീൽ റൂൾ, ആൻഡ് ഇറ്റ്സ് ആക്യുറസി ഈസ് 0.5 mm ഓർ 1/64 inch. 1/64 inch അല്ലെങ്കിൽ 0.5 mm ആണ് എൻ്റെ ആക്യുറസി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻജിനീയർ സ്റ്റീൽ റൂൾ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് നാരോ സ്റ്റീൽ റൂൾ. Narrow steel rule is used for depth of the keyway or small diameter blind holes. അതിൻ്റെയൊക്കെ ഡയമീറ്റർ ഒക്കെ അളക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് അളക്കാൻ വേണ്ടിയാണ് വി ആർ യൂസിങ് നാരോ സ്റ്റീൽ റൂൾ. ഇറ്റ് ഹാസ് എ വിഡ്ത്ത് ഓഫ് 5 mm ആൻഡ് ഇറ്റ് ഹാസ് എ തിക്നെസ് ഓഫ് 2 mm. അപ്പോൾ 5 mm ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. തിക്നെസ് എന്ന് പറയുന്നത് 2 mm ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് നാരോ സ്റ്റീൽ റൂൾ. Another type of steel rule is short steel rule. Short steel rule is used to measure in confined places or hard to reach location. നമുക്ക് എത്തിപ്പറ്റാത്ത സാധാരണ സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് പറ്റാത്ത സ്ഥലങ്ങളിൽ മെഷർ ചെയ്യുന്ന സ്റ്റീൽ റൂളാണ് ഷോർട്ട് സ്റ്റീൽ റൂളാണ്. ഇറ്റ് ഹാസ് എ 5 സെറ്റ് ഓഫ് സ്റ്റീൽ റൂൾ. 5 സെറ്റ് ഓഫ് സ്റ്റീൽ റൂൾ വരുന്നതാണ് ഈ ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂൾ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും കുറച്ച് കൺവേർഷനാണ്. 1 feet is equal to 12 inch. 1 yard is equal to 3 feet ആണ്. 1 furlong is equal to 220 yards, and 1 mile is equal to 8 furlong. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺവേർഷൻസ് നമ്മൾ നോക്കി വെക്കുക, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്ക്രൈബർ. സ്റ്റീൽ റൂൾ കഴിഞ്ഞു. അടുത്ത എന്താണ് സ്ക്രൈബർ? എന്തിനാണ് സ്ക്രൈബർ? ഫോർ മാർക്കിംഗ് ഓർ ഫോർ മാർക്കിംഗ് ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്യാനാണ് വി ആർ യൂസിങ് ദ സ്ക്രൈബർ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീലിലാണ് സ്ക്രൈബർ ഉണ്ടാക്കിയിരിക്കുന്നത്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്ക്രൈബർ ഈസ് പ്ലെയിൻ സ്ക്രൈബർ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രൈബർ. ഫിറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന വേറൊരു ടൂൾ എന്ന് പറയുന്നത് ഡിവൈഡേഴ്സ് ആണ്. അപ്പോൾ ഡിവൈഡേഴ്സ് നോക്കിയാൽ യൂസ്ഡ് ഫോർ സ്ക്രൈബിങ് സർക്കിൾസ് ആർക്ക് സ്ക്രൈബ് ചെയ്യാം, ആൻഡ് ഓൾസോ ഫോർ ട്രാൻസ്ഫേഴ്സ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയാണ് വി ആർ യൂസിങ് ഡിവൈഡേഴ്സ്. ആൻഡ് ഇറ്റ് സൈസ് റേഞ്ചസ് ഫ്രം 50 mm to 200 mm. 50 mm 200 mm ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻ്റ് ടു ദ സെൻറ്റർ ഓഫ് ദ ഫൾക്രം. അതായത് ഒരു ഡിവൈഡറിൻ്റെ പോയിൻ്റ് മുതൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ദ ഫൾക്രം, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത് സൈസ് ഓഫ് ദ ഡിവൈഡർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് സൈസ് റേഞ്ചസ് ഫ്രം 50 mm to 200 mm. And for seating these dividers we are using prick punch. Prick punch have an angle of 30 degree ഉള്ള prick punch പറയുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ prick punch ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ സീറ്റിംഗ് ദ ഡിവൈഡേഴ്സിനെ സീറ്റ് ചെയ്യാൻ നമ്മൾ prick punch ഉപയോഗിക്കും. ആൻഡ് prick punchൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ചോദിച്ചാൽ ഇറ്റ് ഈസ് 30 degree. ദെൻ
It is sharpened using oil stone. That is the dividers is sharpened using oil stone. Okay. Next, what is datum? Datum എന്ന് പറഞ്ഞാൽ എന്താണ്? What is datum? Datum is a common position from which all the measurements are taken. നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്ന ഒരു കോമൺ പോയിൻറ്റിനെ അല്ലെങ്കിൽ ഒരു കോമൺ റെഫറൻസിനെയാണ് പറയുന്നത് ഡേറ്റം എന്ന്. ഓക്കെ. Okay, next tool is calipers. എന്താണ് calipers? Calipers is used for check parallelism of the job. ജോബിൻ്റെ പാരലിസം ചെക്ക് ചെയ്യാനാണ് നമ്മൾ വി ആർ യൂസിങ് calipers. Different types of calipers ഉണ്ട്. So first one is a Jenny caliper, or most important is Jenny caliper. Jenny caliper is used. എന്തിനാണ് അതിൻ്റെ യൂസ് നോക്കി? To mark parallel lines inside and outside the edges. ഇൻസൈഡും ഒരു എഡ്ജസിൻ്റെ ഇൻസൈഡ് എഡ്ജസ് ആയാലും ഔട്ട്സൈഡ് എഡ്ജസ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യാൻ പറ്റും? വി ക്യാൻ മാർക്ക് പാരലൽ ലൈൻസ് ടു ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജസ്. അപ്പം അവിടെ ചെറിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ മാർക്കിംഗ് ഇൻസൈഡ് എഡ്ജസ് വി ആർ യൂസിങ് ബെൻഡ് ലെഗ് ജെന്നി കാലിപ്പർ. ബെൻഡ് ലെഗ് ജെന്നി കാലിപ്പറാണ് നമ്മൾ ഇൻസൈഡ് എഡ്ജിന് പാരലൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഉപയോഗിക്കുന്നത്. ആൻഡ് ഫോർ ഔട്ട്സൈഡ് എഡ്ജസ് വി ആർ യൂസിങ് ഹീൽ ടൈപ്പ് ജെന്നി കാലിപ്പേഴ്സ്. ഹീൽ ടൈപ്പ് ജെന്നി കാലിപ്പേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഡ്രോയിങ് പാരലൽ ലൈൻസ് ഇൻ ദ ഔട്ട്സൈഡ് എഡ്ജസിന് പാരലൽ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ വി ആർ യൂസിങ് ഹീൽ ടൈപ്പ് ജെന്നി കാലിപ്പേഴ്സ്. ആൻഡ് അനദർ യൂസ് ഈസ് ടു ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് എ റൗണ്ട് ബാറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് അനദർ യൂസ് ഓഫ് ദിസ് Jenny calipers. Then some other names of Jenny caliper. Jenny caliperൻ്റെ വേറെ പേരുകളാണ് ഹെർമാപ്രോഡൈറ്റ് കാലിപ്പർ, ലെഗ് ആൻഡ് പോയിൻ്റ് കാലിപ്പേഴ്സ്, ഓഡ് ലെഗ് കാലിപ്പേഴ്സ്. അപ്പോൾ മറ്റ് പേരുകളിലും ജെന്നി കാലിപ്പേഴ്സ് അറിയപ്പെടുന്നു. ഹെർമാപ്രോഡൈറ്റ് കാലിപ്പർ എന്ന് പറഞ്ഞാലും ലെഗ് ആൻഡ് പോയിൻ്റ് കാലിപ്പർ എന്ന് പറഞ്ഞാലും ഓഡ് ലെഗ് കാലിപ്പർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ജെന്നി കാലിപ്പർ തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് മാർക്കിംഗ് പഞ്ചസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പഞ്ചിൻ്റെ കാര്യം പഠിച്ചായിരുന്നു. ലെറ്റസ് ചെക്ക്. നോക്കിയേ, മാർക്കിംഗ് പഞ്ചസ് ആർ ഓൾസോ മേഡപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ. നമ്മൾ നേരത്തെ ഹൈ കാർബൺ സ്റ്റീലിൻ്റെ എന്തോ പറഞ്ഞല്ലോ, അതായത് സ്ക്രൈബറും എന്താണ്? ഹൈ കാർബൺ സ്റ്റീലാണ്. സിമിലർലി മാർക്കിംഗ് പഞ്ചസ് ആർ ഓൾസോ മേഡപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ വെച്ചാണ് മാർക്കിംഗ് പഞ്ചസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സെൻറ്റർ പഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി, ഇറ്റ് ഈസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓർ ദ ആംഗിൾ ഓഫ് ദ പോയിൻ്റ് ഈസ് 90 ഡിഗ്രിയാണ് ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സീറ്റിംഗ് ഫോർ എ ഡ്രിൽ ബിറ്റിൻ്റെ സീറ്റിങ്ങിന് ഇത് എന്താണ്? വി ആർ യൂസിങ് ദിസ് സെൻറ്റർ പഞ്ച്. ദാറ്റ് ഈസ് ഫോർ ഡ്രില്ലിങ് എ ഹോൾ വി ഹാവ് ടു സീറ്റ് ദ ഡ്രിൽ ബിറ്റിനെ സീറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് എന്താണ്? വി ആർ യൂസിങ് ദിസ് സെൻറ്റർ പഞ്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പ്രിക് പഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ്സ് ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ് 30 ഡിഗ്രി ആയിരിക്കും ഇൻക്ലൂഡഡ് ആംഗിൾ. ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ സീറ്റിംഗ് ഫോർ ദ ഡിവൈഡേഴ്സ് ഫോർ drawing arc and circles. So it's one end to be seated. So we are using prick punches ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? We are using the seating for, or we are producing the seating for dividers. Next is dot punch is its angle of the punch is 60 degree and it is used as a witness mark ഒക്കെ ചെയ്യാനാണ് we are using the dot punch. Upon these are the different types of punches, that is center punch, prick punch and dot punch. Okay. Next is hammer നമ്മൾ ഫിറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന വേറൊരു ടൂളാണ് ഹാമർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മേഡ് ഓഫ് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീലാണ് നമ്മൾ ഹാമർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഹാമർ നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഹാമർ? ദർ ഈസ് എ ഫേസ് ഉണ്ട്, പീനുണ്ട്, ചീക്കുണ്ട് ആൻഡ് ഐ ഹോൾ ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഹാമറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലാണ് ഫേസ്, പീന്, ചീക്ക്, ഐ ഹോൾ. അപ്പോൾ എന്താണ് ഫേസ്? ദ സ്ട്രൈക്കിംഗ് പോർഷൻ ഓഫ് ദ ഹാമർ ഈസ് കോൾഡ് ഫേസ്. സ്ട്രൈക്കിംഗ് പോർഷനെയാണ് പറയുന്നത് ഫേസ് എന്ന് പറയുന്നത്. ദ അതർ എൻഡ് ഓഫ് ദ ഫേസ് ഈസ് കോൾഡ് പീൻ ഈസ് ദ അതർ എൻഡ് ഓഫ് ദ ഫേസ്. ആൻഡ്
Face and peen are case hardened. What is case hardening? Case hardening is a heat treatment process. The heat treatment process ആണ്. അപ്പം this peen and face are heat case hardened ചെയ്തേക്കുവാണ്. Okay. Next, the middle portion of the hammer is called cheek. അപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷനെയാണ് ഹാമറിൻ്റെ മിഡിൽ പോർഷനെയാണ് ചീക്ക് എന്ന് പറയുന്നത്. വേർ ദ വെയിറ്റ് ഓഫ് ദ ഹാമർ ഈസ് സ്റ്റാമ്പ്ഡ്. അതിൻ്റെ വെയിറ്റ് ഒക്കെ എഴുതിയേക്കുന്നത് അറ്റ് ദ ചീക്കിലാണ്. ഓക്കെ. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീൻ ഉണ്ട്. ദാറ്റ് ഈസ് ബോൾ പീൻ ഹാമർ ഉണ്ട്, ക്രോസ് പീൻ ഹാമർ ആൻഡ് സ്ട്രെയിറ്റ് പീൻ ഹാമർ. ഓരോ പീനും ഓരോ ഡിഫറെൻറ്റ് യൂസസ് ആണ്. ദാറ്റ് ഈസ് ബോൾ പീൻ ഹാമർ ഈസ് യൂസ്ഡ് ഫോർ റിവറ്റിങ്ങിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബോൾ പീൻ ഹാമർ ഉപയോഗിക്കുന്നത്. ക്രോസ് പീൻ ഹാമർ ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡിങ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മെറ്റൽ സ്പ്രെഡ് ചെയ്യാനാണ് വി ആർ യൂസിങ് ക്രോസ് പീൻ ഹാമർ. സ്ട്രെയിറ്റ് പീൻ ഹാമർ ഈസ് യൂസ്ഡ് ഇൻ കോർണർ ചിപ്പ് ചെയ്യാനൊക്കെയാണ് we are using the straight pin hammers. Okay, and this hammer is specified by എന്താണ് weight of the hammer and shape of the pin. Weight and shape of the pin വെച്ചാണ് നമ്മൾ പറയുന്നത് ദിസ് ഹാമർ സ്പെസിഫൈ ചെയ്യുന്നത്. പീൻ പറഞ്ഞ് നമ്മൾ ഡിഫറെൻറ്റ് പീൻസ് പറഞ്ഞു. ദാറ്റ് ഈസ് ബോൾ പീൻ, ക്രോസ് പീൻ ആൻഡ് സ്ട്രെയിറ്റ് പീൻ. ഇനി ദ വെയിറ്റ് റേഞ്ചസ് ഫ്രം 125 gram to 750 gram. 125 gram മുതൽ 750 gram വരെയാണ് ഹാമറിൻ്റെ വെയിറ്റ് വരുന്നത്. വി ആർ യൂസിങ് എൻജിനീയേഴ്സ് ഹാമർ ഫോർ മാർക്കിംഗ് വിത്ത് എൻജിനീയേഴ്സ് ഹാമേഴ്സിന് യൂഷ്വലി റേഞ്ചസ് 250 gram വെയിറ്റ് ഉള്ള ഹാമേഴ്സാണ് വി ആർ യൂസിങ് ഇൻ മാർക്കിംഗ് യൂസ് ചെയ്യുന്ന ഹാമർ എന്ന് പറയുന്നത് 250 grams ആണ്. നെക്സ്റ്റ് ഈസ് വി ബ്ലോക്ക്. എന്തിനാണ് വി ബ്ലോക്ക് ഉപയോഗിക്കുന്നത്? ഫോർ മാർക്കിംഗ് ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് വർക്ക് ഓൺ ദ മെഷീൻസ്. അപ്പോൾ വി ബ്ലോക്സ് ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് വർക്ക് ഓൺ ദ മെഷീൻസ്. ഇറ്റ്സ് ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ് 90 degree. എപ്പോഴും വി ബ്ലോക്കിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയാൻ 90 degree ആയിരിക്കും. ആൻഡ് ദർ ആർ 2 grades ഓഫ് വി ബ്ലോക്ക്, ദാറ്റ് ഈസ് ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി. ഗ്രേഡ് എ ഈസ് 100 mm ലെങ്ത് ആൻഡ് ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഗ്രേഡ് ബി ഈസ് 300 mm ആൻഡ് closely grained cast iron is used for grade B type of V block. Okay, thank you.